എപ്പോഴും എത്തിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ നേരത്തെ 10 മണിയൊക്കെ ആവുന്നതിന് മുമ്പേ ചെന്നതാണ്. നേരത്തെ രാവിലെ തന്നെയായിരുന്നു സംഭവം. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ തവണ അവരോട് കാണിക്കാൻ പറഞ്ഞത്. അപ്പം കുറേ കഴിഞ്ഞ് എന്നെ കയറ്റി കാണിച്ച സമയത്ത് അവിടെ ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാസ്ക് മാറ്റിയിട്ട് പയ്യെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം തന്നെ ഓക്സിജൻ മാസ്ക് വെച്ചു. അത് കഴിഞ്ഞ് CT സ്കാനിനൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് വന്ന് പറഞ്ഞു ഒരു സർജറി വരുമെന്ന് പറഞ്ഞു. ബ്ലീഡിങ് നിൽക്കാൻ വാരിയലിന് 3-4 വാരിയലിനും പിന്നെന്താ ലങ്സിന് അത് കാരണം ചതവും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കാരണം ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പം അതുതന്നെ ആ ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ടൊരു സർജറി വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് കുറേ കഴിഞ്ഞ് ചോദിച്ചപ്പോഴും പറഞ്ഞു സർജറി ചെയ്തിട്ടില്ല. ആംബുലൻസിലേക്ക് കയറ്റാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു സർജറി ചെയ്തായിരുന്നു എന്ന്. അപ്പോൾ പറഞ്ഞു സർജറി ചെയ്തിട്ടില്ലായിരുന്നു എന്ന്. ഇവിടെ നിന്ന് ഞാൻ അവരോട് ചോദിച്ചത് 1 മണിയായിട്ട് അവിടെ നിന്ന് ആംബുലൻസ് കൊണ്ടുവന്നത്. അതിന് മുമ്പേ വഴിയൊരുക്കണമെന്നും പറഞ്ഞ് ഒരുപാട് ന്യൂസ് ഞാനും കണ്ടുകൊണ്ടിരിക്കുക. അവിടെ കൊണ്ടുപോയത് എപ്പോഴാണ്? അവർ ആംബുലൻസിൽ നിന്ന് അവരവിടെ നിന്ന് ഇറക്കിയത് എപ്പോഴാണ്? എന്നോടല്ല ചോദിക്കേണ്ടത്. നിങ്ങളവിടെ എന്തൊക്കെ ചികിത്സ ചെയ്തു എന്ന് ആ ആശുപത്രിക്കാരോടാണ് ചോദിക്കേണ്ടത്. അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലായിരുന്നെങ്കിൽ എന്തിനാ അവരവിടെ അത്രയും നേരം പിടിച്ചു നിന്നേ? എൻ്റെ അറിവിൽ വലിയ ചികിത്സ കിട്ടിയിട്ടില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. സ്കാനിങ് എടുത്തു, അതൊക്കെ. അവിടെ അല്ലാണ്ട് തന്നെ പറയുന്നുണ്ടല്ലോ ഒരു ചികിത്സയും കിട്ടിയിട്ടില്ല എന്ന്. അവിടെ അല്ലാണ്ട് തന്നെ പാർട്ടിക്കാരൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ഒരു ചികിത്സയും കിട്ടാണ്ട് ഈ 2 മണി വരെ എൻ്റെ പപ്പ ജീവിക്കുമായിരുന്നെങ്കിൽ, ആ കോഴിക്കോട് എത്തിയായിരുന്നെങ്കിൽ ഇപ്പോഴും ജീവിക്കുമെന്നേ ഞാൻ പറയുള്ളൂ. ഉണ്ട്, എനിക്കുണ്ട്. എനിക്ക് അവിടെ വേണ്ട ചികിത്സ കിട്ടിയിട്ടില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് സർജറി ചെയ്യാത്തതെന്ന്. അപ്പോൾ അങ്ങോട്ട് റിപ്പോർട്ട് അയച്ചു കൊടുത്തപ്പോൾ ആ സർജറി ഇപ്പം ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആ സർജറി ചെയ്യണമെന്നും പറഞ്ഞ് എത്ര നേരം അവിടെ വൈകിപ്പിച്ചതെന്നറിയാമോ? ഇപ്പം കൊണ്ടുപോകും. ഞങ്ങളവിടെ ചെന്നപ്പോൾ തൊട്ട് 1/2 മണിക്കൂർ കഴിയുമ്പോൾ കോഴിക്കോട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് എപ്പോഴാണ് കൊണ്ടുപോയത്? 1 മണി 1:05 ആയപ്പോഴാണ് അവിടെ നിന്ന് ആംബുലൻസ് പോയത്. പിന്നെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഭയങ്കര ഫ്ലാഷ് ന്യൂസ് ആയിരുന്നല്ലോ വയനാട്ടിൽ ആദ്യമായിട്ട് അങ്ങനെ കൊണ്ടുപോകാമെന്നും പറഞ്ഞാൽ. എന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ. ഹെലികോപ്റ്റർ അവിടെ വേണ്ട ചികിത്സ കൊടുക്കരുന്നു. അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ ഇല്ലെങ്കിൽ ആ രോഗീനെ വെച്ചോണ്ടിരിക്കരുത്. അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ ഇരുന്നാൽ പോരെ. അവരുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ അവിടെ ഇരുത്തുമോ? ഇപ്പോൾ ഒരു ആന കൊണ്ട് ആ കുഴിയിൽ വീണിട്ട് അതിനെ എടുക്കുന്നുണ്ടല്ലോ. അതിനെ സുഖം പ്രാപിച്ചോ എന്ന് അറിയാണ്ട് ആർക്ക് സമാധാനം ഇല്ലല്ലോ. ഒരു മനുഷ്യനൊരു മൃഗത്തിൻ്റെ വില പോലും ഇല്ലേ? ഇത് വയനാട്ടിൽ എത്രാമത്തെ സംഭവമാണ്? ഇപ്പോൾ ആ അജിഷേട്ടൻ്റെ കൊച്ചവിടെ കിടന്ന് കരഞ്ഞു വരില്ല, എൻ്റെ പപ്പേനെ പോലെ വേറെ ഒരാൾക്കും ഇനി ഗതി വരരുതെന്ന്. എന്നിട്ട് എന്താ സംഭവിച്ചേ? ആ കൊച്ചിൻ്റെ ആ അച്ഛനെ പോലെ തന്നെ ഗതി വരാണ്ടിരുന്നു. ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ആ ഗതി വന്നില്ലേ എനിക്ക്? 1.5 മണിക്കൂറോളം അവിടെ ആംബുലൻസ് വൈകി നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. അത്രയും സമയം അല്ലേ? അത് കണക്കൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ചെന്നപ്പോൾ തൊട്ട് 1/2 മണിക്കൂർ കഴിയുമ്പോൾ കോഴിക്കോട് മാറ്റും എന്ന് പറഞ്ഞു. എപ്പോഴാണ് മാറ്റി? ഞാൻ പറയും 1:05 അവിടെ നിന്ന് പോയിട്ടുള്ളതെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. അമ്മ പപ്പയുടെ അവിടെ പോയേക്കുക. ആരെയും കാണിക്കത്തുമില്ല, ചികിത്സ കൊടുക്കത്തുമില്ല. അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുക വേണ്ടത്. ആ ആനേനെ വീണിട്ട് ഇവർ എന്തോരം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ഒരു മനുഷ്യനൊക്കെ വിലയുണ്ടല്ലോ ഒരു മൃഗത്തിന്. ഈ വയനാട് ശരിക്കും വന്യജീവികൾക്കുള്ളതാണോ അതോ മനുഷ്യർക്ക് താമസിക്കാനുള്ളതാണോ അറിയാൻ മേലാത്തോണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ഒരു നിഗമനത്തിൽ പറയുവാണെങ്കിൽ മനുഷ്യരെക്കാളും കൂടുതൽ ഇവിടെ ജീവിക്കുന്നത് വന്യജീവികളാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ പ്രതിഷേധം എത്ര നേരത്തേക്ക് ഉണ്ടാകും? ആ അജിഷേട്ടൻ മരിച്ചിട്ട് 2-3 ദിവസത്തേക്ക് ഉണ്ടാകും. ആ വീട്ടുകാർക്കും അവിടെ അയാളെ സ്നേഹിച്ച നാട്ടുകാർക്കും മാത്രമല്ലേ ഒരു വേദന ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വേറെ ആർക്കും അതിനെപ്പറ്റി ഒരു കുഴപ്പമില്ലല്ലോ. ഈ പ്രതിഷേധം കഴിയുമ്പം എല്ലാം തീരും. എനിക്ക് നഷ്ടമായത് എൻ്റെ അച്ഛന്. അല്ലാണ്ട് അവർക്ക് അവിടെ ഉള്ള ഫെസിലിറ്റീസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പരീക്ഷണ വസ്തു അല്ല എൻ്റെ അച്ഛൻ. ചെയ്യാൻ പറ്റുന്ന അവിടുത്തെ ചികിത്സ, അവിടെ പറ്റിയ ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റണമായിരുന്നു. ഒരു ഫെസിലിറ്റീസും ഒരു ചികിത്സയും കിട്ടാണ്ട് ഇത്രയും നേരം ജീവിച്ചായിരുന്നെങ്കിൽ, നല്ല ചികിത്സ കിട്ടിയെങ്കിൽ ജീവിക്കില്ലേ? ജീവിക്കുമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഇത്രയും നേരം ജീവിച്ചെങ്കിൽ അത് മര്യാദയ്ക്ക് നല്ല ചികിത്സ കിട്ടിയെങ്കിൽ ജീവിച്ചിരിക്കും, മരിക്കത്തില്ല.